പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് പഴയ തന്നെ അടുക്കളയിൽ കയറി ഓരോ പണികളാണ് കേട്ടോ. അതേ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇച്ചിരി പൂരി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാണിക്കാതെ ഇരുന്നപ്പോഴത്തേനും ഒരു കോള് വന്നിട്ടത്. രാവിലെ ഇന്ന് അമ്മ വിളിക്കുവേ. അപ്പം അത് ഒരു പതിവാണ്. അമ്മ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. രാവിലെ ഈ സമയത്തൊരു കോളുള്ളതാണ്. അമ്മ പണിക്ക് ഇറങ്ങാൻ നേരത്തൊരു കോളുള്ളതാണ്. അമ്മ 7 മണിയൊക്കെ ആകുമ്പോൾ പണിക്ക് പോകും. അപ്പോഴത്തേനൊരു കോള് ഉള്ളതാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാട്ടോ. ആ ഒരു കോള് രാവിലത്തെ കോളുണ്ടതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഇടയ്ക്ക് വിളിക്കും. അല്ലാണ്ട് ഇങ്ങനെ കോളുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി പൂരിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. കണ്ട പൂരി ഉണ്ടാക്കാനാണ്. ഇവിടുത്തെ ലൈറ്റിൻ്റെയാണ് കേട്ടോ ഈ മങ്ങിയിരിക്കുന്നത്. തിരിച്ച് വെക്കുവാണെങ്കിൽ അപ്പോഴത്തെ അടുക്കളയിലെ വെട്ടമാണെങ്കിൽ കുറച്ചുകൂടെ ഇതാണ്. വർക്ക് ഏരിയയിൽ ഇവിടുത്തെ വെട്ടം അത്ര നല്ല വെട്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മഞ്ഞ കളറിൽ കാണുന്നത്. അപ്പോൾ എന്നാ പറയുക, ഞാനിതൊന്ന് ഉരുട്ടി ഇതാക്കിയിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴത്തേനും കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കണം. അവളെ ഇനി സ്കൂളിൽ വിടണം. ഇതുപോലെ നല്ല ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമ്മൾ പരത്തിയെടുക്കണം. കണ്ടോ? അപ്പോൾ ഗായ്സ്, ഞാൻ പൂരിക്കുള്ളത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇപ്പം ചുട്ടെടുക്കട്ടെ. നമ്മുടെ പാത്രമെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. എണ്ണ എടുത്തോണ്ട് വരട്ടെ. അപ്പോൾ പിന്നെ എടുത്ത് ഈ ഒരു പപ്പടം കുത്തിയും കൊണ്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മറ്റേ കത്തിയുടെ അറ്റം വെച്ചിട്ടാണ് എടുക്കുന്നത്. പപ്പടം കുത്തിയുടെ അറ്റം തുരുമ്പെടുത്തിരിക്കുക. സോ പപ്പടം കുത്തി എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കത്തിയുടെ അറ്റം കൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കി. അതിൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ചൊന്നും മതി. ഇപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പൂരിയെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാമേ. പിന്നെ കുഞ്ഞിന് കുറച്ച് ക്യാരറ്റ് തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൂടി ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് ഓർത്തു ഞാൻ. അപ്പം ഒരു ചെറിയ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ക്യാരറ്റിനുള്ള പരിപാടി നോക്കാം. നമുക്ക് സ്കൂളിലും കൊണ്ടുപോകണേ. അതൊന്ന് അരിയട്ടെ. ജസ്റ്റ് അതിൻ്റെ പുറത്തത്തെ എന്ന് പറയുന്നുണ്ട്. കുറച്ചൊക്കെ കേട്, ക്യാരറ്റൊക്കെ എപ്പോഴും പറഞ്ഞോളെ കേടാകുന്ന സാധനം.
കുത്തി അരിയട്ടെ കേട്ടോ. വീട് വെക്കാൻ പോവാണോ?